ഹരി ഓം. ദശകം 40, ശ്ലോകം 4. അപസരേ ഖലു തത്ര ച കാചന വ്രജപദേ മധുരാകൃതിരംഗന തരള ഷഡ്പദലാളിത കുന്തള കപടപോതക തേ നികടം ഗദാ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. അവസരേ ഖലു തത്ര ച കാചന. അവസരേ ഖലു തത്ര ച കാചന വ്രജപദേ മധുര ആകൃതി അങ്കന. വ്രജപദേ മധുരാകൃതിരംഗന തരള ഷഡ്പദ ലാളിത കുന്തള. തരള ഷഡ്പദ ലാളിത കുന്തള കപട പോതക തേ നികടം ഗത. കപട പോതക തേ നികടം ഗത. അവസരേ ഖലു തത്ര ച കാചന വ്രജപദേ മധുരാകൃതിരംഗന തരള ഷഡ്പദലാളിത കുന്തള കപടപോതക തേ നികടം ഗദാ. ശ്ലോകം 4 അന്വയവും അർത്ഥവും നോക്കാം. അപ്പോൾ ഈ ശ്ലോകം 4 പൂതന ഒരു കപട നാടകം ലളിതാവേഷമൊക്കെ കെട്ടി അമ്പാടിയിലെത്തുന്നതായിട്ടാണ് പറയുന്നത്. അന്വയം. തത്ര അവസരേ ച ഖലു വ്രജപദേ മധുരാകൃതി തരള ഷഡ്പദലാളിത കുന്തള കാചന അങ്കന കപടപോതക തേ നികടംഗത. തത്ര അവസരേ ച ഖലു, ആ അവസരത്തിൽ, വ്രജപദേ അമ്പാടിയിൽ. തത്ര അവസരേ ച ഖലു വ്രജപദേ, ആ അവസരത്തിൽ അമ്പാടിയിൽ. മധുരാകൃതി മനോഹര ആകൃതിയോടുകൂടിയവളും തരള ഷഡ്പദലാളിത കുന്തള കാചന അങ്കന ഇളകുന്ന വണ്ടുകൾ ഓമനിക്കുന്ന തലമുടിയോടുകൂടിയവളുമായ ഒരു യുവതി. മധുരാകൃതി തരള ഷഡ്പദലാളിത കുന്തള കാചന അങ്കന. അങ്കന എന്ന് പറഞ്ഞാൽ യുവതി. അപ്പം മനോഹര ആകൃതിയോടുകൂടിയവളും ഇളകുന്ന വണ്ടുകൾ ഓമനിക്കുന്ന കൂടിയവളുമായ ഒരു യുവതി. കപടബോധക മായാബാലരൂപം സ്വീകരിച്ചവനെ സംബോധന. തേ നികടംഗത നിന്തിരുവടിയുടെ സമീപത്തെത്തിച്ചേർന്നുവല്ലോ. അപ്പം ഭഗവാൻ തന്നെ ആ മായാബാലരൂപം സ്വീകരിച്ചിരിക്കുന്നവനാണ്. അപ്പം അങ്ങനെ മായാബാലരൂപം സ്വീകരിച്ചിരിക്കുന്നവൻ്റെ അടുക്കലാണ് കപടബോധക എന്ന് പറഞ്ഞിരിക്കുന്നത്. കപടബോധക എന്ന് പറഞ്ഞിരിക്കുന്നത് ആ സംബോധന പൂതനയുടെ ആ പ്രയത്ന വൈഫല്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പൂതന ഒരു കപട നാടകം ലളിതാവേഷം കെട്ടി അഭിനയിക്കാൻ പോവുകയാണ്. അത് ആരുടെ മുമ്പിൽ? ഭഗവാൻ അതിനു മുമ്പേ തന്നെ അങ്ങനെ ആ മായാബാലരൂപമൊക്കെ സ്വീകരിച്ചിരിക്കുന്നവനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ അടുക്കലേക്കാണ് ഈ പൂതന ചെല്ലുന്നത്. അപ്പോൾ യാദവ രാജധാനിയിൽ നിന്ന് നന്ദഗോപര് അമ്പാടിയിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് അമ്പാടിയിലാട്ടെ തേനുണ്ണാനായി പാറിപ്പറന്നു വരുന്ന വണ്ടിനോട് കൂടിയ സുഗന്ധപുഷ്പങ്ങൾ തലമുടിയിൽ ചാർത്തി അതിസുന്ദരിയായ ഒരു സ്ത്രീ മായാശിശുരൂപിയായ നിന്തിരുവടിയുടെ അരികിൽ വന്നുവല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അവസരേ ഖലു തത്ര ച കാചന വ്രജപദേ മധുരാകൃതിരംഗന തരള ഷഡ്പദലാളിത കുന്തള കപടപോതക തേ നികടം ഗദാ.